ഓഫർ തട്ടിപ്പിൽ 12 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. സായിഗ്രാമം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെ വീട്ടിലും സായിഗ്രാമത്തിന്റെ ശാസ്തമംഗലം ഓഫീസിലും റെയ്ഡ് തുടരുകയാണ്. ആനന്ദകുമാറിന്റെ അക്കൗണ്ടിലേക്ക് 2.5 കോടി രൂപ വന്നുവെന്നാണ് കണ്ടെത്തൽ. കള്ളപ്പണ ഇടപാടും അന്വേഷിക്കും. ലാലി വിൻസെന്റിന്റെ വീട്ടിലും പരിശോധന തുടരുകയാണ്. അനന്തു കൃഷ്ണന്റെ ഇടുക്കിയിലെ വീട്ടിലും ഇ ഡി പരിശോധനയുണ്ട്. പ്രതി അനന്തു കൃഷ്ണന്റെ കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിൽ ക്രൈംബ്രാഞ്ച് എസ് പിയുടെ നേതൃത്വത്തിലും പരിശോധന നടക്കുന്നു. ഇവിടെ ഒരു സെർച്ച് നടക്കുന്നുണ്ട്. 2-3 ദിവസമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ട് സമയം എടുക്കണം. അത്രേ ഉള്ളൂ. ഈ അനന്തകൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ്. അല്ലല്ല, ഇത് അതിനു മുമ്പേ തുടങ്ങിയതാണ്. അതിനെപ്പറ്റി നമുക്കറിയില്ല. പരിശോധനയുടെ വിവരങ്ങളുമായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് റിപ്പോർട്ടർമാർ തത്സമയം ചേരുന്നു. തിരുവനന്തപുരത്തെ സായി ഗ്രാമത്തിൽ നിന്ന് സാജിദ് അജ്മൽ, കൊച്ചിയിലെ ലാലി വിൻസന്റെ വീട്ടിലെ റെയ്ഡ് വിശദാംശങ്ങളുമായി എസ് ശരൺ, ഇടുക്കിയിൽ നിന്ന് അനന്തു കൃഷ്ണന്റെ വീട്ടിൽ നിന്ന് സിജോ വർഗീസുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. തിരുവനന്തപുരത്തെ പരിശോധനയുടെ വിശദാംശങ്ങൾ പറയൂ സാജിദ്. എത്ര സമയമായി അത് തുടരുന്നു? നിഷാദ്, ഓഫർ തട്ടിപ്പിൽ അനന്തകുമാറിന്റെ വീട്ടിലും സായി ഗ്രാമത്തിന്റെ ഓഫീസിലുമാണ് റെയ്ഡ് നടക്കുന്നത്. എനിക്ക് പിറകുള്ളത് ശാസ്തമംഗലത്തെ ഈ സായി ഗ്രാമത്തിന്റെ ഓഫീസാണ്. സായി ഗ്രാമം സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസും ഇവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് ഈ ഉദ്യോഗസ്ഥർ, ഇ ഡിയുടെ കൊച്ചി യൂണിറ്റിലുള്ള ഉദ്യോഗസ്ഥർ ഈ സായി ഗ്രാമത്തിൻ്റെ ഓഫീസിലേക്ക് കയറിയത്. ഈ പരിശോധന മണിക്കൂറുകൾ നീണ്ടു നിൽക്കും എന്നതിൽ സംശയമില്ല. കാരണം ഈ പ്രധാനമായും ഈ കള്ളപ്പണം വെളുപ്പിച്ചതുമായ കാര്യങ്ങളാണ് ഇ ഡി പരിശോധിക്കുന്നത്. ഈ ഓഫർ തട്ടിപ്പിൻ്റെ ഈ പണം ഇടപാട് സംബന്ധിച്ച് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് ഇ ഡി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതാണ് ഒരു കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ ഈ ആനന്ദകുമാറിന്റെ അക്കൗണ്ടിലേക്ക് 2.5 കോടി രൂപ നിക്ഷേപിച്ചു എന്നുള്ളത് അനന്തു കൃഷ്ണൻ നേരത്തെ മൊഴി നൽകിയിരുന്നു. അതും ഏറെക്കുറെ ഇ ഡിയും പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്, ക്രൈംബ്രാഞ്ചും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഹവാല ഇടപാട് വഴി വിദേശത്തേക്ക് പണം കടത്തിയതായി ഉള്ള ഒരു വിവരമുണ്ട്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളും തുടരും. ഇത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് നേരത്തെ ഇ ഡി ഉദ്യോഗസ്ഥർ കയറി പോയ ആ വാഹനമാണ്. ഇത്തരം കാര്യങ്ങളാണ്, അതായത് കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ആനന്ദകുമാറിന്റെ അക്കൗണ്ടിലേക്ക് 2.5 കോടി വന്നതിനെ കുറിച്ച്, ഇതുകൂടാതെ വിദേശത്തേക്ക് പണം കടത്തിയോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഇതിൽ ആനന്ദകുമാർ പറഞ്ഞിരുന്നത് താൻ ആദ്യഘട്ടത്തിൽ ഇതുമായി സഹകരിച്ചിരുന്നെങ്കിലും പിന്നീട് ഇതുമായി ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ആനന്ദകുമാറിന്റെ വീട്ടിലേക്ക് ഈ ഇ ഡിയുടെ വാഹനം, നേരത്തെ ഈ ഉദ്യോഗസ്ഥർ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ സായി ഗ്രാമത്തിന്റെ ഓഫീസിലുണ്ട്. ആ വീട്ടിലേക്ക് വാഹനം വീണ്ടും കയറി പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഈ ആനന്ദകുമാറിനോ സായി ഗ്രാമത്തിനോ ഇതിൽ നിന്ന്, ഈ ആരോപണങ്ങളിൽ നിന്ന് ഒരു തരത്തിലും മാറാൻ കഴിയില്ല. കാരണം ആനന്ദകുമാർ താൻ 6 മാസക്കാലമായി ഈ NGO കോൺഫെഡറേഷനുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നീടുള്ള പരിശോധനയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ NGO കോൺഫെഡറേഷന്റെ ആജീവനാന്ത ട്രസ്റ്റി മെമ്പറാണ് എന്ന് കണ്ടെത്തിയിരുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അത് നിശ്ചിത കാലയളവിലേക്കല്ല, അത് ആജീവനാന്ത ട്രസ്റ്റി മെമ്പർ ആണ് എന്ന് കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ നേരത്തെ പോലീസ് എടുത്ത കേസിലെ 2ാം പ്രതിയാണ് ആനന്ദകുമാർ. ഈ ആനന്ദകുമാർ ഈ തനിക്ക് ബന്ധമില്ല എന്ന് പറയുകയും കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു. ഇന്ന് 11:00 ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഈ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. അതിൽ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ സാമ്പത്തിക ഇടപാട്, അതിൽ ആനന്ദകുമാറിനുള്ള പങ്ക് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യും. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു പങ്കുമില്ല എന്ന് പറഞ്ഞൊഴിയാനാണ് കോടതിയിലും ആനന്ദകുമാർ ശ്രമിക്കുക. ഇന്ന് ഈ മുൻകൂർ ജാമ്യം അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സായി ട്രസ്റ്റിന്റെ ഓഫീസിൽ നിന്ന് എന്തെല്ലാം രേഖകൾ ഈ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് കണ്ടെടുക്കാൻ കഴിയും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. സാജിദ് അജ്മലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. സായി ഗ്രാമത്തിൽ പരിശോധന നടത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്.